അസ്സലാമലൈക്കും, നമസ്കാരം. മറ്റൊരു പുതുപുത്തൻ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചെമ്പ്രവട്ടം പുതുപ്പള്ളിയിലുള്ള സുമയ്യ സുബൈർ ദമ്പതികളുടെ ഒരു മനോഹരമായ വീടാണ്. ഇരുനിലയിലായിട്ട് 4 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ നിങ്ങൾക്ക്? അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോ മസ്റ്റ് ആയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ഏകദേശം 9 സെന്റ് സ്ഥലത്ത് വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഒരു വീടാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഈ വീട് ആകെ മൊത്തം 2000 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ വൈറ്റ് കളറിൽ വരുന്ന ഈ വീടിന്റെ ബോർഡേഴ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേപ്പ് കളറിലാണ് കേട്ടോ. കൂടാതെ ഇത് മൊത്തത്തിലുള്ള LED ലൈറ്റ്സും സ്പോക്ക് ലൈറ്റ് ഒക്കെ വരുമ്പോൾ നൈറ്റിലെ വ്യൂവും കിടിലം തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മളിതേ അകത്തേക്ക് കയറാനായിട്ട് ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിൽ ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു പില്ലർ വരുന്നുണ്ട് കേട്ടോ. പില്ലറിലായിട്ട് ഒരു തരം ടെക്സ്ചർ പെയിന്റും ആണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സെയിം ഡിസൈൻ ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വോളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അവിടെ ആയിട്ടാണ് ബെല്ലൊക്കെ വരുന്നത്. 329, 360 സൈസിൽ നല്ല സൗകര്യത്തിൽ ചെയ്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പില്ലറിനോട് ചേർന്നിട്ട് തന്നെ ഒരു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. അവിടെയും ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ സിറ്റ് ഔട്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വുഡിന്റെ നല്ല ഭംഗിയിൽ വരുന്ന 2 ചെയേഴ്സും നടുക്കായിട്ട് തന്നെ ഒരു ടീ ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സും കൂടാതെ സ്പോക്ക് ലൈറ്റ്സും മറ്റേ LED ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ വുഡിന്റെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ഒക്കെ വരുന്ന ഒരു ഡബിൾ ഡോർ ആണ് കേട്ടോ. ഡോറിന് മുകളിലായിട്ട് ഇതുപോലെ അറബിക് കാലിഗ്രാഫിന്റെ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 2 ഹാൻഡിലും വരുന്നുണ്ട്. ആ ഒരു മുകളിലായിട്ട് തന്നെ ഒരു സിംഗിൾ വിൻഡോ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പുറത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ, നമുക്കിനി അകത്തേക്ക് കയറാം. ഇനിയിപ്പോ നമ്മളിതേ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം എത്തുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിലേക്കാണ്. 409, 449 സൈസിലാണ് കേട്ടോ ഈ ലിവിംഗ് ഏരിയ വരുന്നത്. അത്യാവശ്യം വലിയൊരു ലിവിംഗ് ഏരിയ തന്നെയാണ്. ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് L ഷേപ്പിലായിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിലാണ് കേട്ടോ. നടുക്കായിട്ട് തന്നെ കാർപ്പറ്റ് കൊടുത്തിട്ട് അതിനും നടുക്ക് നല്ല ഭംഗിയിൽ ഒരു ടീ ടേബിളൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സോഫ ഇരിക്കുന്നതിന്റെ ആ ഭാഗത്തെ വോളിലായിട്ട് തന്നെ ബാക്കിൽ ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് ഒരു സിംഗിൾ വിൻഡോയും ഉണ്ടല്ലോ. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ലിവിംഗിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സ്റ്റെയർ വരുന്നത്. അതിന് താഴ്ഭാഗത്താണ് കേട്ടോ TV യൂണിറ്റിന്റെ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്തിന്റെ പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ലിവിംഗ് ഏരിയയിൽ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ ഇതുപോലെയാണ് കേട്ടോ ഡിസൈനിങ് വരുന്നത്. ആ ഒരു ഡിസൈനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ നേരത്തെ സിറ്റ് ഔട്ടിൽ കണ്ടില്ലേ അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ്സും കൂടാതെ മറ്റ് LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ ലിവിംഗിൽ നിന്ന് നേരെ കാണുന്ന ആ ഒരു ഭാഗത്താണ് കേട്ടോ ഡൈനിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. 512, 378 സൈസിൽ വലിയൊരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിലാണ് കേട്ടോ ടേബിളിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ വന്നിട്ട്. ചെയറൊക്കെ വന്നിട്ട് നല്ല സ്റ്റാൻഡേർഡ് ഡിസൈനിൽ വരുന്ന ഒരു ചെയർ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഭാഗത്തെ വോളിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ക്ലോക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മുടെ ടേബിൾ ഇരിക്കുന്ന ആ ഒരു നേരെ ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ വുഡൻ ഫ്രെയിം കൊടുത്തിട്ട് നടുക്ക് ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് നടുക്കായിട്ട് തന്നെ LED ലൈറ്റ് മിററും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി ഈ ഒരു ഭാഗത്തെ വോളിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ 3 നീഷ് ഡിസൈനും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സും ഉള്ളിലായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് ഏരിയ സീലിംഗ് നോക്കിയാൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിലാണ് വരുന്നത്. കൂടാതെ ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സും മറ്റ് ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ ഒരു കിടിലൻ ലുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് 2 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ്. അത് നോക്കുന്നത് ഈ ബെഡ്റൂം വന്നിട്ട് നോക്കുകയാണെങ്കിൽ 333, 382 സൈസിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ.
ഇവിടുത്തെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ആ ഹെഡ് ബോർഡ് ഒക്കെ വന്നിട്ട് മൊത്തത്തിൽ ആ വോളിൽ ഫിക്സ്ഡ് ആണ് കേട്ടോ. കൂടാതെ നല്ല ഭംഗിയിലാണ് കേട്ടോ ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വുഡൻ ഫ്രെയിമിന് താഴെയായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. കൂടാതെ ആ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഒരു ഫുൾ മിററും കൂടാതെ വുഡൻ ലൂവേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഡിസൈനിങ് വരുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ മുകളിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു ഡ്രോയറും വരുന്നുണ്ട്. അവിടുന്ന് നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വോളിലായിട്ട് തന്നെ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. ആ ഒരു വോളിലായിട്ടാണ് AC ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ഈ വാൾഡ്രോബിനും അതുപോലെ തന്നെ ബാത്റൂമിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഏരിയ വരുന്നുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് കേട്ടോ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിലെ സീലിംഗിലായാലും നോക്കിയാലും സിമ്പിൾ ആയിട്ടാണ് ഡിസൈനിങ് ഒക്കെ വരുന്നത്. പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനിയിപ്പോ ഈ റൂമിലെ ബാത്റൂം നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു കോർണറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു വാഷ് ബേസിൻ ആണ് കേട്ടാ. ഈ ബാത്റൂമിന്റെ സൈസ് വന്നിട്ട് നമ്മുടെ പ്ലാനിൽ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടാ. ശേഷം നമ്മളിതേ തിരിച്ച് ഹാളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഫോയറിലായിട്ട് നോക്കിയാൽ ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയിൽ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. കൂടാതെ ഈ ഒരു ഏരിയയിലായിട്ടാണ് കിച്ചൺ ഒക്കെ വരുന്നത്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്കിനി ഈ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ 387, 360 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ബെഡ്റൂമിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ വരുന്നത്. ഒരു സിമ്പിൾ ഡിസൈനിൽ വരുന്ന ഒരു കോട്ടാണ്. ഇനി നമ്മുടെ കോട്ടിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. ആ വോളിലായിട്ടാണ് കേട്ടോ AC ഒക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. കൂടാതെ രണ്ട് വശത്തായിട്ടും രണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ വോളിലായിട്ട് 3 ഡോർ വിൻഡോ ആണ് വരുന്നത്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. ഇനി നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് വോളിലായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് തന്നെ വാൾഡ്രോബും അതിന് സൈഡിലായിട്ട് തന്നെ സൈഡ് മിററും താഴ്ഭാഗത്ത് ഒരു കുഞ്ഞു ഡ്രോയറും വരുന്നുണ്ട്. ഇനി ഈ റൂമിലെ സീലിംഗിൽ നോക്കിയാലും ഇതുപോലെ നല്ല ഭംഗിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടാണ്, പക്ഷെ ആ ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ ലുക്ക് നല്ല ഭംഗിയുണ്ട്. ഈ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടാ. അത് നോക്കല്ലേ, ഒരു ഇൻഡിഗോ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ഈ ബാത്റൂം വരുന്നത്. ഒരു വശത്തായിട്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. 174, 248 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വന്നിട്ടുള്ളത്. നമ്മുടെ കിച്ചൺ നോക്കാൻ വേണ്ടി പോകാം. കിച്ചന്റെ ഡോർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ ഗ്ലാസ് തീമിലാണ് കേട്ടോ വരുന്നത്. 316, 360 സൈസിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഒരു മോഡേൺ രീതിയിൽ വരുന്ന ഈ കിച്ചണിൽ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ L ഷേപ്പിൽ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. റാക്കിന്റെ ബേസിലായിട്ട് നോക്കുകയാണെങ്കിൽ നാനോ വൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സ്റ്റവ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ്, ബ്ലാക്ക്, ലൈറ്റ് പിങ്ക് ആ ഒരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ മെയിൻ ആയിട്ട് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒത്തിരി കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ കിച്ചണിൽ സ്റ്റോർ റൂം വരാത്തതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ടും ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പില്ലേ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഇരിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ മിനി വിൻഡോസും കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്ത് മാത്രമല്ല നമ്മുടെ റാക്കിന്റെ താഴ്ഭാഗത്തും ഇതുപോലെ ഓരോന്നിനും അതത് ക്യാബിൻസ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് തുറന്നു നോക്കല്ലേ. നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോൾ ഈ ഒരു വശത്തായിട്ട് നോക്കിയാൽ ഒരു ടോൾ യൂണിറ്റും ക്രോക്കറി യൂണിറ്റും കൂടി ഒരുമിച്ച് വരുന്ന ഒരു രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ഒത്തിരി സ്റ്റോറേജ് കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. കൂടാതെ ആ ഒരു ക്രോക്കറി യൂണിറ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഉള്ളിൽ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു വശത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ സ്പേസ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് മുകൾ വശത്തായിട്ടും ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിലായിട്ടും അടിപൊളിയായിട്ട് തന്നെ സീലിംഗ് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമ്മുടെ റാക്കിന്റെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ വരികയാണെങ്കിൽ അവിടുന്ന് ഈ ഒരു വശത്തായിട്ടാണ് കേട്ടോ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതിന് ഡോറും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് വോളിലായിട്ട് തന്നെ ഒരു കുഞ്ഞു ഓപ്പൺ ഷെൽഫ് വരുന്നുണ്ട്. അവിടുന്ന് ഈ ഒരു വശത്തായിട്ടാണ് കേട്ടോ നമ്മുടെ സിങ്കിന്റെ ഒക്കെ ഏരിയ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സിങ്ക് ഇരിക്കുന്നതിന്റെ താഴ്ഭാഗത്തായിട്ടും ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ സിങ്ക് ഇരിക്കുന്ന ആ ഒരു ഭാഗല്ലേ അവിടെ ആയിട്ട് തന്നെ പാത്രം വെക്കാനുള്ള സ്റ്റാൻഡിനും അതുപോലെ തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും ഒത്തിരി സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു റെയിലിംഗ് കൂടി ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രമല്ല കേട്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും ഒരു റെയിലിംഗ് വരുന്നുണ്ട്. കൂടാതെ മൊത്തത്തിൽ കൊടുത്ത ആ ഒരു ടൈലൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കിച്ചണിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്കായിട്ട് നോക്കുകയാണെങ്കിൽ 316-229 സൈസിൽ ഒരു കുഞ്ഞു ഡൈനിങ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്പേസ് ലാഭിച്ചുകൊണ്ട് അതിനുള്ളിൽ തന്നെ ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള 4 ചെയേഴ്സും ആണ് കേട്ടോ വരുന്നത്. കൂടാതെ ഇവിടുത്തെ സി ടൈപ്പിലായിട്ട് സിറ്റിംഗ് ഏരിയ കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ ഇതുപോലെ ഗ്രിൽസ് ഒക്കെ വെച്ചതുകൊണ്ട് തന്നെ നല്ല സൂര്യപ്രകാശം കാറ്റൊക്കെ കിട്ടുന്ന രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ശേഷം ഇനിയിപ്പോൾ നമ്മളിതാ തിരിച്ച് ഹാളിൽ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇനി നമ്മൾ മുകളിലത്തെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിലിംഗ് ഒക്കെ വന്നിട്ട് വുഡും GI പൈപ്പും കൂടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ സ്റ്റെയർ ഒക്കെ വന്നിട്ട് വുഡാണേ. കൂടാതെ ഈ ഒരു ഭാഗത്തെ വോളില്ലേ അതിലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഡോറ് തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു വാളാണല്ലോ കാണുക. അപ്പൊ നമ്മൾ ഇനി മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു വോളില്ലേ വോളിലായിട്ട് നല്ല ഭംഗിയിൽ ഒരു വോൾ ലൈറ്റ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ സ്റ്റെയർ ഏരിയയിലെ വോളിലായിട്ട് ഇതുപോലെ ഒരു പരഗോള ഗ്ലാസ് ഡിസൈനും വരുന്നുണ്ട് കേട്ടാ. ഇനിയിപ്പോ നമ്മൾ മുകളിലെത്തിയാൽ ഇവിടെ ഇങ്ങനൊരു ഹാള് വരുന്നുണ്ട്. 409-440 സൈസിൽ വരുന്ന ഈ ഒരു ഹോളിലായിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു സ്റ്റഡി ഏരിയ ഒരുക്കിയിട്ടുണ്ട്. അതിനായിട്ട് തന്നെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഫിക്സ്ഡ് ടേബിളും വരുന്നുണ്ട് കേട്ടോ. അതിന് ബാക്കിലായിട്ട് ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു പരഗോള ഗ്ലാസ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്പോക്ക് ലൈറ്റ്സ് അല്ലാതെ കാര്യമായിട്ട് ഡിസൈൻ ഒന്നും വരുന്നില്ല കേട്ടോ. കൂടാതെ നല്ല ഭംഗിയിൽ 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിലായിട്ടും 2 ബെഡ്റൂം വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ബെഡ്റൂം വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ ഡിസൈനിൽ വരുന്ന ഒരു ബെഡ്റൂം ആണ് കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഫാമിലി കോട്ട് വരുന്നുണ്ട്. റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ, വുഡിന്റെ കോട്ട് തന്നെയാണ്. ഏകദേശം 387-360 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വരുന്നത്. ഇവിടെ ഈ കോട്ടിന്റെ ബാക്ക് വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ വിൻഡോയും ഈ വശത്തെ വോളായിട്ട് ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ താഴെ കണ്ട ആ ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. സൈഡിലായിട്ട് സൈഡ് മിററും കൊടുത്തിട്ടുണ്ട്. ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. സൈഡിലായിട്ട് തന്നെ വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂം നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂം ഇല്ലേ അതിന്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ ആയിട്ട് തന്നെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ടും ഫാമിലി റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ട ആ ഒരു ബെഡ്റൂമിന്റെ കറക്റ്റ് ഒരു സൈസ് തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂമും വന്നിട്ടുള്ളത്. ഈ ഒരു റൂമിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു വോളിലായിട്ട് നോക്കിയാൽ 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കർട്ടൻസ് കൊടുത്തിട്ടില്ലേ. ഇനിയിപ്പോൾ അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് വാൾഡ്രോബും അതുപോലെ തന്നെ ബാത്റൂം ഒക്കെ വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ബാത്റൂം നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് വാഷ് ബേസിനും വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യത്തിൽ ചെയ്തൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഇത്. സൈസ് പ്ലാനിൽ മെൻഷൻ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാത്തത്. ഇനിയിപ്പോ അവസാനമായിട്ട് നമ്മൾ ഇവിടുത്തെ ബാൽക്കണി നോക്കാൻ പോവാണ് കേട്ടാ. ഇവിടെ മുകളിലത്തെ സൈസ് ഒന്നും കറക്റ്റ് നമ്മുടെ പ്ലാനിൽ മെൻഷൻ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറെ ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബാൽക്കണീന്റെ സൈസ് കറക്റ്റ് കിട്ടിയിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ബാൽക്കണിയിൽ എൻഡിലായിട്ടൊക്കെ ഗ്ലാസ് റെയിലിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു വശത്തായിട്ട് പില്ലർ വരുന്നുണ്ട്. അതിലായിട്ട് നമ്മൾ താഴെ കണ്ടില്ലേ ആ ഒരു സെയിം ടെക്സ്ചർ പെയിന്റ് ഒക്കെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ ഈ ഹോളിൽ കണ്ട ആ ഒരു പരഗോള ഡിസൈൻ ആണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.